അയ്യപ്പ നിന്ദയ്ക്ക് കൂട്ടുപിടിച്ച് സംസ്ഥാന സർക്കാർ. പരാതികളിൽ കേസെടുത്തുവെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. അയ്യപ്പസ്വാമിയെ അവഹേളിച്ചുള്ള ആക്ടിവിസ്റ്റ് സണ്ണി എം കബിക്കാടിന്റെ പ്രസംഗത്തിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടും കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകാത്തത് വിവാദമായിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, സണ്ണി എം കബിക്കാട് അയ്യപ്പ ഭഗവാനെയും മാളികപ്പുറത്തമ്മയെയും അതിനിശിതമായി വിമർശിച്ചിട്ട് ദിവസങ്ങളായി. പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ വലിയ ആക്ഷേപവും വലിയ ആരോപണങ്ങളും ഇതിനെതിരെ ഉയരുന്നു. നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് കേരള പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടും പോലീസ് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പറയുന്നത് ഞങ്ങൾ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? കേസ് എവിടെയാണ് രജിസ്റ്റർ ചെയ്തത്? സണ്ണി എം കബിക്കാടിനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് എപ്പോൾ പോലീസ് കടക്കും? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. പ്രത്യേകിച്ച് സണ്ണി കബിക്കാടിനെ പോലെ ആക്ടിവിസ്റ്റ് മേലങ്കി അണിഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ആരാധനാ ബിംബങ്ങളെയും നിരന്തരം അവഹേളിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കെതിരെ എല്ലാം പരാതികൾ വന്നപ്പോൾ ഇത്തരത്തിലുള്ള തണുപ്പൻ സമീപനം തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രിയുടെയും എല്ലാം തന്നെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സണ്ണി എം കബിക്കാടിന്റെ വിവാദ പരാമർശം സ്വാമി അയ്യപ്പനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും അവഹേളിച്ചുകൊണ്ടും വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുമുള്ള പ്രസ്താവന വന്നിട്ടും നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. എറണാകുളത്ത് ഇക്കാര്യത്തിൽ പി ശ്യാംരാജ് BJP-യുടെ സംസ്ഥാന ഭാരവാഹിയായ ശ്യാംരാജ് പരാതി നൽകി. ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഹിന്ദു ഐക്യവേദി എല്ലാം തന്നെ പരാതികൾ നൽകിയിരുന്നു. അതിലൊന്നും തന്നെ കേസെടുക്കാത്തതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ചോദ്യത്തിന് രമേശ് ചെന്നിത്തല മറുപടി നൽകിയിരിക്കുന്നത്. കേസ് എടുത്തിട്ടുണ്ട്, എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കേസ് എടുത്തു എന്ന് ഒഴുക്കൻ മട്ടിൽ പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ ഈ പ്രതികരണത്തിനും രമേശ് ചെന്നിത്തല തയ്യാറാവാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരം സംഭവങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാട്, പ്രത്യേകിച്ച് സണ്ണി എം കബിക്കാട് എന്ന കോൺഗ്രസ് അനുഭാവിയായ കോൺഗ്രസ് സഹയാത്രികനായ ആളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. കേസ് എടുത്തു എന്ന് പറയുമ്പോഴും തുടർ നടപടികൾ ശക്തമാക്കാൻ പോലീസിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. എന്നാൽ സമാനമായ മറ്റു ചില പരാതികളിൽ അതിന്റെ വസ്തുതകൾ പോലും പരിശോധിക്കാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ, പ്രത്യേകിച്ച് TG മോഹൻദാസ് അടക്കം ഉള്ള ഉദാഹരണങ്ങൾ മുന്നിലുണ്ട്. അത്തരം സംഭവങ്ങളിൽ വലിയ ധൃതിയും അമിത താല്പര്യവും പ്രത്യേകമായി തന്നെ ഈ ആർക്കെതിരെയാണോ പരാതി ഉയർന്നിരിക്കുന്നത് അവരെ പൊതുജന മധ്യത്തിൽ താറടിച്ചു കാണിക്കാനുള്ള ശ്രമങ്ങളും എല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴാണ് ഈ സണ്ണി എം കബിക്കാടിനെ പോലുള്ള ആളുകൾക്കെതിരെ യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കാതിരിക്കുന്നത്.